അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഈ തുആം, ഭക്ഷണം നൽകുക എന്നുള്ളത്. ധാരാളം ആളുകൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കൊടുക്കാൻ പല പ്രത്യേകമായ സമയങ്ങളും സെലക്ട് ചെയ്യും. വീടുകളിൽ മൗലിദ് പാരായണം നടത്തി ഭക്ഷണം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വിളിച്ചുകൂട്ടി സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആണ്ടുകൾ വരുമ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. മറ്റു ആഘോഷങ്ങൾ വരുമ്പോഴും ഭക്ഷണം കൊടുക്കാറുണ്ട്. എല്ലാ ആഘോഷവും അധികം ആളുകളും ചെയ്യാറില്ല. എല്ലാ ആഘോഷവും എല്ലാവർക്കും ചെയ്യാൻ കഴിയുകയുമില്ല. എന്നാൽ വളരെ സന്തോഷത്തോടുകൂടെ ആളുകളെല്ലാവരും ഭക്ഷണം വിളിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി അത് കല്യാണത്തിനാണ്. സ്വന്തം കല്യാണത്തിനോ സ്വന്തം മകൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ അങ്ങനെ നമ്മുടെയുമായി ബന്ധപ്പെട്ടവരുടെ കല്യാണത്തിനോ ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക, അതാണ് ഏകദേശം ആളുകളും പൊതുവായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമായി കാണുന്നത്. വളരെ നല്ല കാര്യമാണ് ഈ തുആം, വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻക്ക് ഭക്ഷണം നൽകിയാൽ അല്ലാഹു തആല അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകും. സന്തോഷിപ്പിച്ചാൽ തന്നെ അള്ളാഹു അവനെ സന്തോഷിപ്പിക്കും. അപ്പോൾ ഭക്ഷണം കൊടുക്കൽ വളരെ പുണ്യമുള്ള കർമ്മമാണ്. പക്ഷേ വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നത് അധികവും ഓഡിറ്റോറിയത്തിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ്, ആളുകൾക്കൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റിയ സംവിധാനം ഓഡിറ്റോറിയത്തിലുണ്ട്. വിശാലമായ സ്ഥലം വെച്ച് അവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ചില കല്യാണങ്ങളിൽ നിന്ന് ഗസ്റ്റുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ മര്യാദകൾ ഒട്ടും പാലിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. ചില ഓഡിറ്റോറിയങ്ങളിൽ, മണ്ഡപങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങളിൽ പലതിൻ്റെയും ആളുകളെ വിളിച്ച് ക്ഷണിച്ച് വേണ്ടതുപോലെ പരിഗണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ആളുകളെ വിളിച്ച് അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങി ഭക്ഷണം കഴിക്കുക. എങ്ങനെ നിൽക്കണം? വരിയായി നിന്ന്, യാചിക്കുന്നത് പോലെ വരിയായി നിന്ന്, ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ പോയതുപോലെയുണ്ട്. വരിയായി എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ഇനി ഇരിക്കണോ, നിർബന്ധമുണ്ടോ, ഓനെന്നെ വാങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിക്കാം. നഅൂദുബില്ല. അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് ആളുകളെ? ഒരാളെ വിളിച്ചിട്ട് മാന്യമായി നമുക്ക് സൽക്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കലല്ലേ നല്ലത്? ഇതെല്ലാം വെസ്റ്റേൺ കൾച്ചറാണ്. ഈ ബൊഫ സംവിധാനം വന്നതൊക്കെ വെസ്റ്റേൺ കൾച്ചറാണെന്ന് നമുക്കറിയാം. മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വിലക്കിയതാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ട് എന്തേ അത് നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചിട്ട് ആ ഗസ്റ്റിന് മാന്യമായി സ്വീകരണം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയത്? നമുക്ക് കുറച്ച് ആളുകളെ വിളിക്കാൻ കഴിയുമുള്ളൂ എങ്കിൽ അത്ര ആളെ വിളിച്ചാൽ മതി. കുറേ ആളുകളെ വിളിച്ച് എല്ലാവരും ഭക്ഷണത്തിന് യാചിച്ച് വന്ന് എന്നിട്ട് ആവശ്യമുള്ളവരിങ്ങനെ ഇഷ്ടമുള്ളിടത്ത് എടുത്ത് കഴിച്ച്, ഇഷ്ടമുള്ളിടത്ത് പോയി ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെയോ കഴിക്കട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ അപകടമാണ്. അതിനൊരു ഒരു ളിയാഫത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. ഒരു അതിഥിയെ സൽക്കരിക്കുന്നതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയില്ല. മാന്യമായി ഇരിക്കാനും ഇരുന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. അതിനൊക്കെ ആളുകളെ സംവിധാനം ചെയ്യണം. ധാരാളം സംവിധാനങ്ങൾ ഇന്നുണ്ടല്ലോ. എത്രയാണ് പൈസ ചെലവഴിക്കുന്നത്, എത്ര അനാചാരങ്ങളാണ് ഈ വിവാഹത്തിൽ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വിവാഹത്തിൽ, ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിവാഹത്തിൽ പ്രത്യേകിച്ച് വേറെയും അനാചാരമുണ്ട്. അവിടെ ആണും പെണ്ണും സമ്മിശ്രമായിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും പല സ്ഥലത്തും അവർ തമ്മിൽ യാതൊരു മറകളുമില്ലാതെ, യാതൊരു ഹിജാബുമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റി ഇസ്ലാമിക കൾച്ചറിലേക്ക് നാം വളർന്നു വരേണ്ടതുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അധിക ഭക്ഷണവും ഏതോ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുപോയി തട്ടുകയാണ്. ഇത്രയാണ് ഭക്ഷണം വേസ്റ്റാക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരു തുള്ളി ഭക്ഷണത്തിന് വേണ്ടി, ഒരു മണി ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആയിരങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഫിലസ്തീനിലും മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളത്. ഇന്ത്യ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും ഭക്ഷണം കിട്ടാക്കണിയായി യാചിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. സോമാലിയ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും
ദരിദ്രമായി വളരെ പിന്നോട്ട് നിന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ജീവിതം വളരെ പ്രയാസപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നാം മറന്നുകൂടാ. ഭക്ഷണം മാന്യമായി കൊടുക്കണം, ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കണം, അത് ആവശ്യമുള്ളത് മാത്രം. നല്ല ഇരിക്കാനുള്ള സംവിധാനം കൊടുക്കണം. പരമാവധി ബൊഫ സംവിധാനങ്ങളൊക്കെ നമ്മളത് എടുത്തെറിയേണ്ടതാണ്. വെസ്റ്റേൺ കൾച്ചറുകൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ അവരുടെ ആളായി മാറുകയാണ്. ഇത് ശൈത്വാനിൻ്റെ ഒരു തന്ത്രമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ.